സുപ്രഭാതം. അപ്പോൾ രാവിലെ തന്നെ ചിരിച്ച് നല്ല സന്തോഷത്തോടെ ഇരിക്കുന്ന ടീച്ചർമയെ കാണുമ്പോൾ ഞങ്ങളുടെ എനർജി കൂടുന്നു, പോസിറ്റിവിറ്റി കൂടുന്നു, ദിവസം മുഴുവൻ നല്ല ഹൈ എനർജിയിൽ ഇരിക്കാൻ പറ്റുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ വരുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ഞാൻ വായിക്കാറുണ്ട്, പറ്റുന്ന കമൻസിനൊക്കെ റിപ്ലൈ തരാറുണ്ട്. നിങ്ങൾക്കറിയാം ടീച്ചറമ്മ നല്ല തിരക്കുള്ള ആളാണ്. സമയം കിട്ടുമ്പോഴൊക്കെ, ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈയും തരുന്നുണ്ട്. എനിക്ക് വേണ്ടി കമൻ്റ് ഇടുന്ന ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയുകയാണ് കേട്ടോ മക്കളെ. ഒരുപാട് സ്നേഹം. പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ടീച്ചർ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നത്, ഞങ്ങളെ എന്തുകൊണ്ടാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. മക്കളെ എല്ലാവരും വളരണം, വിജയിക്കണം. എപ്പോഴും ഞാൻ മാത്രം വളരണം അല്ലെങ്കിൽ എനിക്ക് മാത്രം ജീവിതത്തിൽ എല്ലാം നേടണം എന്നല്ല ഞാൻ ചിന്തിക്കുന്നത്. ഓരോ മനുഷ്യർക്കും കൈത്താങ്ങാകണം, ഓരോരുത്തരും കാണുന്ന സ്വപ്നത്തിലേക്ക് അവരെ എത്തിക്കണം. അതിന് വേണ്ടുന്ന അറിവുകൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൂടെ കൂട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ടീച്ചറും അത്രയും ആത്മാർത്ഥതയോടെ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും, അതിൽ യാതൊരു സംശയമില്ല. എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യണം, നന്ദി പറഞ്ഞുകൊണ്ട് വീടിൻ്റെ മുറ്റത്തുകൂടെ നടക്കണം. നമുക്ക് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങളും എണ്ണി ദൈവത്തോട് നമ്മൾ നന്ദി പറയുമ്പോൾ ദൈവം നോക്കുമ്പോൾ ആ വ്യക്തി എത്ര നല്ല നന്ദിയുള്ളവനാണ്, അല്ലെ നന്ദിയുള്ളവളാണ്, അവൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ദൈവം നമുക്ക് കൂടുതൽ സൗഭാഗ്യങ്ങൾ എത്തിച്ചേരും. ഇപ്പോൾ എൻ്റെ മക്കൾ നന്ദി പറയാനൊക്കെ ചിലർക്ക് ഭയങ്കര മടിയാണ്. ഞാൻ എത്ര ദിവസം നന്ദി പറയണം, എന്തിനൊക്കെ നന്ദി പറയണം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് മക്കളെ. നമുക്ക് ഈ സൗഭാഗ്യങ്ങൾ തന്ന ദൈവത്തോട് നമുക്ക് നന്ദി ഇല്ലെങ്കിൽ നമുക്ക് ഈ സൗഭാഗ്യങ്ങൾ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ഈ അവസ്ഥ വരെ എത്തിക്കാനായിട്ട് നമ്മളെ സഹായിച്ച ഒരുപാട് മനുഷ്യരുണ്ട്. എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല. അപ്പം ഞാൻ എന്നും ഈശ്വരന്മാർക്കൊപ്പം എൻ്റെ ഗുരുക്കന്മാർക്കും ഈ നിമിഷം വരെ എന്നെ സഹായിച്ചിട്ടുള്ളവർക്കും ഒക്കെ ഞാൻ നന്ദി പറയാറുണ്ട്. ആ ഒരു നന്ദി പറച്ചിലില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഉയർച്ച ഉണ്ടാവില്ല. പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, ടീച്ചറമ്മയ്ക്ക് എങ്ങനെയാണ് ഈ ദിവസം പ്രതി അല്ലെങ്കിൽ നിമിഷം പ്രതി സക്സസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? അതിലൊരുപാട് സീക്രട്സ് ഉണ്ടെന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് കേട്ടോ, നന്ദി പറയുന്നത്. അപ്പോൾ അത്രത്തോളം നന്ദി പറയുന്നത് കൊണ്ട് തന്നെയാണ് കൂടുതൽ സൗഭാഗ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് കോച്ചിങ് കൂടാതെ പലതരത്തിലുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും സക്സസ് ലഭിക്കുന്നതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെയാണ് കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദ ആർട്ട് ഓഫ് ലിസണിങ് എന്നുള്ളതാണ്. പലരും വിചാരിക്കും ഈ ലിസണിങ് എന്ന് പറയുന്ന സ്കില്ല് അത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലാണോ, അത് അത്രയ്ക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണോ എന്ന് നമുക്ക് തോന്നും. മക്കളെ, ലിസണിങ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കേൾവിക്കാരനാകുക. പലരും നല്ല സ്പീക്കേഴ്സാണ്, നിർത്താതെ വള സംസാരിക്കും. പക്ഷേ മറ്റൊരാൾ പറയുന്നത് കേൾക്കാൻ എത്ര പേര് ശ്രമിക്കാറുണ്ട്? എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരി വിളിച്ചിട്ട് ആകാശവാണി പോലെ ഒറ്റ സൈഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പറയുന്ന റിപ്ലൈ ചിലപ്പോൾ നമ്മളങ്ങോട്ട് പറയാൻ തുടങ്ങും, 2 വാക്കുകൾ പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത കാര്യം അങ്ങ് പറയും. നമ്മൾ ഒരിക്കലും അങ്ങോട്ട് പറയാൻ സമ്മതിക്കാത്തവരുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഫോണിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷനിൽ ഒരു വൺ സൈഡ് ആവരുത്. ഒരാൾ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റേ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ അവരെ കട്ട് ചെയ്ത് കയറി സംസാരിക്കും. ചിലർക്ക് അങ്ങനെയുണ്ട്, ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുക ഭയങ്കര മോശം സ്വഭാവമാണ്. നമ്മളൊരാൾ പറയുമ്പോൾ നമ്മൾ കേൾക്കുക, ഓക്കെ അവർക്ക് എന്താ പറയാനുള്ളത്, അത് പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അവർ നിർത്തിയതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പണ്ടൊക്കെ നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ എന്നൊക്കെ സ്ഥിരം വഴക്ക് കിട്ടിക്കൊണ്ടിരുന്നൊരു കാര്യമില്ല, ഇടയ്ക്കേറി സംസാരിക്കരുത്. ഒരാളെ കേൾക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സൗത്ത് ആഫ്രിക്കയിലെ നമ്മുടെ നെൽസൺ മണ്ടേല പ്രസിഡൻ്റ് ആയ സമയത്ത് എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ് ഇദ്ദേഹം എങ്ങനെയുള്ള ഭരണമായിരിക്കും കാഴ്ചവെക്കുക എന്നുള്ളത്. അദ്ദേഹം ഈ ആർട്ട് ഓഫ് ലിസണിങ് വളരെ നന്നായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തൊരു വ്യക്തിയായിരുന്നു. മീറ്റിങ്ങുകളൊക്കെ വിളിക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ കേൾക്കാനാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത്. എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കും. മീറ്റിങ്ങിൻ്റെ അവസാനം വരെയും ഓരോരുത്തരും സംസാരിക്കും. ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരായിരിക്കില്ല, എതിരഭിപ്രായമുള്ളവരായിരിക്കും. പക്ഷെ അവർ സംസാരിച്ച് തീരുന്നിടം വരെ ഇദ്ദേഹം അതിങ്ങനെ കേട്ടിരിക്കും. അങ്ങനെ ആ ഒരു കേൾവി എന്ന് പറയുന്നത്, ലിസണിങ് എന്ന് പറയുന്ന ആ ഒരു സ്കില്ലുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ യുക്തിപൂർവം പല കാര്യങ്ങളും ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള ആ ഒരു പവർ ലിസണിങ് സ്കില്ല് കൊടുത്തിരുന്നു. ഇന്ന് പലപ്പോഴും കുടുംബ ബന്ധങ്ങളിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഭാര്യയ്ക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവും. ഭർത്താവ് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കും. എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, നീ പറ, ഞാൻ കേൾക്കല്ലേ പറ. അപ്പോഴും അവർ ക്വാളിറ്റി ടൈം അവിടെ കൊടുക്കുന്നില്ല. അവർ പറയുന്നൊന്ന് കേൾക്കാൻ പോലും സമയം കൊടുക്കാതെ ഫോണും നോക്കിയിരിക്കാറുണ്ട്.
പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ 4 പേരുണ്ടെങ്കിൽ 4 പേരും 4 ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയല്ലേ. ഇപ്പോൾ മുഖം നോക്കിയുള്ള സംസാരം, മനസ്സ് തുറന്നുള്ള സംസാരങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഫോണെന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്, നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ഫോൺ കൊണ്ട്. പക്ഷേ നമ്മൾ ഒരുപാട് ഓവർ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചിലർ ഭയങ്കരമായിട്ട് അഡിക്റ്റാണ്. അവർക്കില്ല കള്ളുകുടിയന്മാർക്ക് കള്ള് കിട്ടിയില്ലെങ്കിൽ കൈവിറയ്ക്കുമെന്ന് പറഞ്ഞ പോലെ ഫോൺ എടുത്ത് പെട്ടെന്ന് നോക്കിയില്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു വിറയലാണ്. അങ്ങനെയൊക്കെയുള്ള വിറയലുണ്ടെങ്കിൽ നമുക്കതിനകത്ത് അഡിക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മളൊരു ഗാഡ്ജറ്റിനും അഡിക്ഷനിലേക്ക് പോരുത്, ഒന്നിൻ്റെയും അടിമയായി തീരരുത്. എല്ലാം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കും. ഇപ്പോൾ ഫോണെന്ന് പറയുന്നത് നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കാം, മോശം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. നമ്മളെപ്പോഴും നല്ലത് തിരഞ്ഞെടുക്കാം. നിങ്ങൾ നല്ലത് തിരഞ്ഞെടുത്തത് കൊണ്ടാണല്ലോ ടീച്ചറമ്മയുടെ ചാനൽ കാണുന്നത്. മക്കളെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 5:30 365 ദിവസം 365 ലൊക്കേഷൻ, 365 കണ്ടൻറ്റ്, 365 അറ്റയറിലാണ് ടീച്ചറമ്മ വരുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് തന്ന വാക്കാണ്. ഇതുവരെ ഒരു ദിവസം പോലും തെറ്റിക്കാതെ എന്താ പറയുക, കറക്റ്റായിട്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ടീച്ചറമ്മ എവിടെയാണ് ഉള്ളതെന്ന് അറിയാമോ? ഇത് അമ്പലക്കുളമാണ്, നമ്മുടെ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൻ്റെ. ഒന്ന് കാണിച്ചു കൊടുത്തേ മോനെ. ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൻ്റെ അമ്പലക്കുളത്തിനടുത്ത് ഇങ്ങനെ ടീച്ചറമ്മ കൽപ്പടവിലിരുന്ന് ടീച്ചറമ്മ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കറിയാം, രാവിലെ മുതൽ രാത്രി വരെ പല കാര്യങ്ങളായിട്ട് തിരക്കിലുള്ള വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരെയുള്ള അമ്പലത്തിൻ്റെ പിന്നെ കൽപ്പടവിലൊക്കെ വന്നിരുന്ന് ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്കറിയാം എത്രത്തോളം നിങ്ങൾക്കുള്ള ഈ വീഡിയോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കരുതുന്നതുകൊണ്ടാണ്. ഡെയിലിയുള്ള സ്ക്രിപ്റ്റ് കണ്ടെത്തുക, അതുപോലെ ഓരോരോ ലൊക്കേഷനിലേക്ക് വരിക, ഒന്നിനോട് റിപ്പീറ്റ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ല. നിങ്ങൾക്കറിയാം, യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ഒരു ആഴ്ചയിൽ 1-2 വീഡിയോ ഇടാൻ കിടന്ന് പാടുവിടുന്നവരറിയാം. ഇത് ഡെയിലി വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക് മക്കളെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്, പ്യുവർ ലവ് കൊണ്ടാണ്. നിങ്ങൾ ടീച്ചറമ്മയ്ക്ക് തരുന്ന ആ ഒരു സ്നേഹം അതെനിക്ക് വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞെത്തിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും എന്നും നിങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയാണ്. പലരോടും ഞാൻ പറയാറുണ്ട്, മക്കളെ എപ്പോഴും സന്തോഷമായിരിക്കണം. അപ്പോൾ അവർ പറയും, ടീച്ചറമ്മ നമുക്ക് സന്തോഷമായിട്ടിരിക്കാനൊന്നും പറ്റുന്നില്ല, ലൈഫിൽ കുറേ സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ലൈഫിൽ കുറേ ദുരിതത്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്, അതൊക്കെ മനസ്സിലിങ്ങനെ കിടക്കുമ്പോൾ സന്തോഷം കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. മക്കളെ, നമ്മുടെ മനസ്സിൽ കിടക്കുന്ന മാലിന്യങ്ങളുണ്ട്, കച്ചടകൾ, വേസ്റ്റ്, കുറേ ആവശ്യമില്ലാത്ത പാസ്റ്റിലെ മെമ്മറീസ്, വേദനകൾ, വിഷമങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയണം. അതിനാണ് നമ്മളുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ക്ലാസ് ആയിട്ടുള്ള സിൽവർ ക്ലാസ് ഉള്ളത്. അപ്പോൾ അത് ജൂലൈ 2-നാണ് അതിൻ്റെ പുതിയ ബാച്ച് ആരംഭിക്കുന്നത്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് 9567274997 എന്ന നമ്പറിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ സീറ്റ് ഉറപ്പാക്കുക. കാര്യം സീറ്റ് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. പലരും സീറ്റൊക്കെ ക്ലോസ് ആയി കഴിഞ്ഞതിന് ശേഷം വരാറുണ്ട്, ടീച്ചർമാർ ഇനി ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച്. നമുക്ക് അതിന് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യാം. കാര്യം നമ്മൾ ഈ ഡെയിലിയുള്ള മോട്ടിവേഷൻ കേൾക്കുന്നതിനൊപ്പം ലൈഫ് ട്രാൻസ്ഫോർമേഷനാണ് നമ്മുടെ ക്ലാസ്സുകളിലൂടെ സംഭവിക്കുന്നത്. ഒരു വ്യക്തിയുടെ ലൈഫ് തന്നെ 360 ഡിഗ്രി ചേഞ്ച് ആവുന്നത്. നമുക്ക് രാവിലെ ഒരു മോട്ടിവേഷൻ വീഡിയോ കാണുമ്പോൾ തന്നെ ഇത്രയും എനർജി കിട്ടുന്നുണ്ടെങ്കിൽ ക്ലാസ്സും കൂടെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ വേറെ ലെവലായി മാറും. അപ്പോൾ നമ്മൾ ആർട്ട് ഓഫ് ലിസണിങ്ങിലേക്ക് വരാം. ഇനി മുതൽ നിങ്ങൾ ഒന്ന് കേൾക്കാൻ തയ്യാറാവും. ചില സമയത്ത് ഒരാൾ വളരെ വലിയൊരു പ്രശ്നത്തിലിരിക്കുമ്പോൾ അവരെ ഒന്ന് കേട്ടാൽ മതി. അവർക്ക് പറയാനുള്ളതൊന്ന് കേട്ട് കഴിഞ്ഞാൽ, അല്ലേ, ആരെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അവരുടെ വിഷമങ്ങളൊക്കെ മാറിപ്പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സോ കൂട്ടുകാരോ ആരാണെങ്കിലും ഒരാളെ നിങ്ങളൊന്ന് കേൾക്കാൻ തയ്യാറാവുക. ഇപ്പോൾ നിങ്ങളുടെ മക്കൾ ടീനേജ് പ്രായത്തിലൊക്കെയുള്ള കുഞ്ഞുങ്ങളാണ്, അവരോടൊപ്പം ഒന്ന് ഇരിക്കുക, അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുക. നമ്മൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ടൈം ആയിരിക്കണം, അല്ലാതെ ഫോൺ എടുത്ത് വെച്ചുകൊണ്ട് അവരുടെ കൂടെ മക്കളുടെ കൂടെ ഇരിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അവരോട് മനസ്സ് തുറന്നൊന്ന് കമ്മ്യൂണിക്കേറ്റ്, ഫോണും TV എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ച് കഴിയുമ്പോൾ എന്ത് രസമാണെന്നറിയാം. അതുപോലെ നിങ്ങളുടെ ഭർത്താവിനോടൊക്കെ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുക. പലരും മനസ്സ് തുറന്നൊക്കെ സംസാരിച്ചിട്ട് കാലം എത്ര ആയല്ലേ. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലൈഫിലുള്ളൂ. അപ്പോൾ ഈ ഫോണൊക്കെ എല്ലാം ആവശ്യത്തിന് നല്ലതാണ്. ഒന്നിനും ഓവറായിട്ട് അടിമയാകാതെ വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കുക. നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടാവണം ജീവിതത്തിൽ. ആ ലക്ഷ്യങ്ങൾ നേടണം എന്നുള്ള ആ ഒരു അടങ്ങാത്ത ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഫോണിലൊക്കെ സ്ക്രോൾ ചെയ്ത് സമയം കളയാതെ നിങ്ങളുടെ ഗോളിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയി. ടീച്ചറും എല്ലാ ദിവസവും വീഡിയോ ഇടുന്നു, ക്ലാസ്സുകൾ എടുക്കുന്നു, നമ്മുടെ ബിസിനസ്സുകൾ കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നു. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഒരു ദിവസം ചെയ്ത് എത്ര പ്രൊഡക്റ്റീവായിട്ടാണ് ഒരു ദിവസം മുന്നോട്ട് പോകുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന എന്നെ പോലെ ഓരോരുത്തരും നല്ല എന്താ പറയുക,
ഏറ്റവും സക്സസ്സിലേക്ക് എത്തണം. പ്രത്യേകിച്ചും സ്ത്രീകളോടാണ്, ഈ വീഡിയോ കാണുന്ന സ്ത്രീകളോടാണ് ടീച്ചറമ്മ പറയുന്നത്. ഇങ്ങനെ നമ്മൾ കരഞ്ഞ് വിളിച്ച് ജീവിക്കാനുള്ളവരല്ല നമ്മൾ. ഏറ്റവും സൂപ്പർ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണം. അതിനെന്ത് ചെയ്യണം? ഇങ്ങനെ ഒന്നും ചെയ്യാതെ മടിയും പിടിച്ചിരുന്ന് നമ്മൾ ഫോണിൽ സ്ക്രോൾ ചെയ്ത് സമയവും കളഞ്ഞ് ജീവിതത്തിലെ നല്ല സമയങ്ങളെല്ലാം വേസ്റ്റ് ചെയ്ത് ഒരു സമയം എത്തുമ്പോൾ അയ്യോ ഞാൻ ജീവിതത്തിലൊന്നും എനിക്ക് നേടാൻ പറ്റിയില്ലല്ലോ, ആഗ്രഹിച്ചൊന്നും എനിക്ക് നേടാൻ പറ്റിയില്ലല്ലോ, എൻ്റെ ലൈഫിൽ ഞാൻ എങ്ങും എത്തിയില്ലല്ലോ, എങ്ങനെയൊക്കെയുള്ള വിഷമം നമ്മളെ ഭയങ്കരമായിട്ട് വേട്ടയാടും. അപ്പോൾ നമ്മുടെ സമയമെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. അപ്പോൾ സമയത്തെ വേണ്ട രീതിയിലൊക്കെ യൂട്ടിലൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് നല്ല ഗോളിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സന്തോഷമായിട്ടിരിക്കാം. ടീച്ചറമ്മയുടെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവും. ഈശ്വരൻ നിങ്ങളെ ആയുസ്സും ആരോഗ്യം സന്തോഷം സമാധാനം സമ്പൽ സമൃദ്ധി ഒക്കെ തന്ന് അനുഗ്രഹിക്കട്ടെ. ലവ് യു.